അബോർഷൻ എന്ന് പറയുന്ന ലൈസൻസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഇന്ത്യയിൽ MTP ആക്ട് എന്ന് പറഞ്ഞൊരു ലോ ഉണ്ട്. അതിൻ്റെ അടിയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിൽ മാത്രമേ ഈ പ്രൊസീജിയർ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇതിൽ രജിസ്റ്റർ ആവണമെങ്കിൽ നമുക്ക് ഈ പ്രൊസീജിയർ ചെയ്യാനുള്ള മിനിമം ഫെസിലിറ്റീസും കാര്യങ്ങളും ഉണ്ടെന്ന് നമ്മൾ ഗവൺമെന്റിനെ ബോധിപ്പിച്ചിട്ടേ അത് കിട്ടുള്ളൂ. സോ നമുക്ക് സേഫ് ആയിട്ട് അവിടെ ചെയ്യാൻ പറ്റും എന്നുള്ള സ്റ്റാൻഡേർഡാണ് ഈ MTP ആക്ടിൻ്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനത്തെ ഒരു ഹോസ്പിറ്റലിൽ ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുക. അവരാദ്യം സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്തിട്ട് ബേബിക്ക് എത്ര ഗ്രോത്ത് ഉണ്ടെന്ന് നോക്കും. നമുക്ക് അബോർട്ട് ചെയ്യാൻ പറ്റുന്ന ടൈമാണോ അതോ അത് ക്രോസ് ചെയ്തോ, ഏതൊക്കെ മെഡിസിൻസ് യൂസ് ചെയ്യണം, എന്തൊക്കെ പ്രൊസീജിയർ ചെയ്യണം എന്നുള്ളത് അവർ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. പക്ഷെ നമ്മൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ ആരെങ്കിലും അറിയോ എന്നൊക്കെയുള്ള പേടി കൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതായത് ഓവർ ബ്ലീഡിങ് ആവാം, ഇൻഫെക്ഷൻ ആവാം, പിന്നെ അത് കാരണം ഫ്യൂച്ചറിൽ ഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ഉണ്ടാവാം. ഫസ്റ്റ് പ്രിവെൻഷൻ ആണ് കോൺട്രസെപ്റ്റീവ്സ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക, പ്രഗ്നൻറ്റ് ആവാതെ നോക്കുക. എന്നിട്ടും പ്രഗ്നൻറ്റ് ആവുന്നുണ്ടെങ്കിൽ ഒരു ലൈസൻസ്ഡ് മെഡിക്കൽ പ്രാക്ടീഷണർ അടുത്ത് അഡ്വൈസ് ചോദിച്ച് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്.